ഹലോ ഗൈസ്, നമ്മൾ ഒത്തിരിയായി ISL പരമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടും അതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ ഒക്കെ നമ്മൾ എത്തിച്ചിട്ടും ഒക്കെ ഒത്തിരിയായി. കാരണം പല പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ISL പരമായ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്താലൊന്നും വളരെ ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഒരു അപ്ഡേറ്റ്, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അപ്ഡേറ്റുമായിട്ട് തന്നെ തുടങ്ങാം. പക്ഷേ ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ടറെ കോയെഫ് എന്ന് പറയുന്ന നമ്മുടെ ലെസ്കോവിച്ചിന് പകരം അവർ ലെസ്കോവിച്ചിന് പകരമല്ല മിലോസ് ഡ്രിൻസിന് പകരം അവർ ടീമിലെത്തിച്ച അലക്സാണ്ടറെ കോയെഫ് എന്ന് പറയുന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ താരത്തിൻ്റെ പ്രകടനമൊക്കെ വിലയിരുത്തി താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് വിട്ടിരുന്നു, ക്ലബിൽ നിന്ന് മാറ്റിയതാണ്. പക്ഷേങ്കിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മുൻ താരത്തെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി, ഇപ്പം ISLലോട്ട് അരങ്ങേറുന്ന സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്ക് താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്: സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ താരം അലക്സാണ്ടർ കോയെഫിനെ അടുത്ത സീസണിലേക്ക് സൈൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ വിവരം എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 34 വയസ്സുകാരനായ ഫ്രഞ്ച് ഡിഫൻഡറാണ് ഈ അലക്സാണ്ടർ കോയെഫ്. അദ്ദേഹം അടുത്തിടെ ഒരു ഫ്രഞ്ച് ക്ലബ്ബിൽ കളിച്ചായിരുന്നു. പക്ഷേ ആ ഒരു ക്ലബ്ബുമായിട്ട് താരം വേർപിരിഞ്ഞാൽ താരം ഫ്രീ ഏജൻ്റാണ്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ താരങ്ങളെ കൊണ്ടുവരിക, അത് മറ്റൊരു ടീം പ്ലേയേഴ്സ് മറ്റൊരു ടീം കൊണ്ടുപോവുക, അതൊക്കെ സർവ്വസാധാരണമാണല്ലോ, ഇവിടെ നടന്നു പോകുന്ന കാര്യമാണ്. അത് ഇനി നടക്കും. ഇത്രയേ ഉള്ളൂ.